ക്യാൻസർ രോഗികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുകയാണ്. ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ലഭിച്ചാൽ ഭേദമാക്കാൻ സാധിക്കുന്ന രോഗമാണ് അർബുദം. പക്ഷേ പലരും ആരംഭഘട്ടത്തിൽ രോഗാവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. ശരീരത്തിന്റെ ഏത് ഭാഗത്തും ബാധിക്കാവുന്ന ഗുരുതരമായ രോഗമാണിത്. അർബുദബാധയുടെ ആരംഭഘട്ടത്തിൽ ശരീരം വിവിധ ലക്ഷണങ്ങളും കാണിക്കുമെങ്കിലും ഭൂരിപക്ഷം പേർക്കും അത് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ടാണ് വലിയ രീതിയിൽ ഇത് ശരീരത്തെ ബാധിക്കുന്നത്. 2024 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 14.13 ലക്ഷത്തിലധികം പുതിയ ക്യാൻസർ കേസുകളും 9.16 ലക്ഷം മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ. ഗർഭാശയത്തിന്റെ താഴത്തെ ഭാഗത്താണ് രോഗം ബാധിക്കുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ബാധയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ മുഖ്യ കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ വൈറസിന്റെ വ്യാപനം അസാധാരണമായ കോശ വളർച്ചയ്ക്ക് കാരണമാകുന്നു, തുടർന്ന് കാലക്രമേണ അർബുദമായി മാറുന്നു. 2022 മാത്രം 79,906 സ്ത്രീകൾ സെർവിക്കൽ ക്യാൻസർ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. HPV വാക്സിനേഷൻ എടുക്കുന്നതിലൂടെയും പതിവായ പാപ് ടെസ്റ്റുകൾ, HPV ടെസ്റ്റുകൾ എന്നിവ ചെയ്യുന്നതിലൂടെയും ഇത് പടരുന്നത് വലിയ തോതിൽ തടയാൻ സാധിക്കും. ആരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ ശസ്ത്രക്രിയ, റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി എന്നിവയിലൂടെ ഇത് വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയും. ആർത്തവ ചക്രത്തിനിടയിലും ലൈംഗിക ബന്ധത്തിനു ശേഷവും യോനിയിൽ രക്തസ്രാവം ഉണ്ടാവുക, യോനിയിൽ നിന്നുള്ള അസാധാരണമായ ഡിസ്ചാർജ്, ലൈംഗിക ബന്ധത്തിനിടെ വേദന, ആർത്തവം അവസാനിച്ചതിനു ശേഷവും രക്തസ്രാവം എന്നിവയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം HPV ആയതിനാൽ കൂടുതൽ ലൈംഗിക പങ്കാളികൾ ഉണ്ടെങ്കിൽ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലൈംഗികമായി പകരുന്ന മറ്റു രോഗങ്ങൾ, ഉദാഹരണത്തിന് STIകൾ HPV ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭനിരോധന ഗുളികകൾ പോലുള്ള മാർഗങ്ങൾ ദീർഘനാൾ ഉപയോഗിക്കുന്നത് മൂലവും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ശുചിത്വം പാലിക്കുക എന്നിവ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അറിവും ബോധവൽക്കരണവും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് രോഗം ഉണ്ടാകുന്നതിൽ നിന്നും ഒരു പരിധിവരെ തടയുന്നതാണ്. സെർവിക്കൽ ക്യാൻസർ അവബോധ മാസാചരണം ജനുവരിയിലാണ് നടക്കുക. രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പാപ് ടെസ്റ്റുകൾ, HPV വാക്സിനുകൾ എന്നിവ വേണ്ടത് എപ്പോൾ എന്ന അവബോധം സൃഷ്ടിക്കുക, നേരത്തെയുള്ള രോഗനിർണയം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് ഈ മാസാചരണം നടത്തുന്നത്.